അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശാലിക്കുട്ടനും മക്കളും എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടിലേക്ക്. അപ്പം നമ്മുടെ ശാലുവിനെ വിളിക്കാനായിട്ട് ഞങ്ങൾ പോകാനൊരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ശാലുക്കുട്ടനും മക്കളും കുറച്ച് നാൾ നാട്ടിൽ കാണും. നമ്മുടെ റുക്കമ്മ ജൂലൈ മാസത്തിലേ അവളിങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, വിശേഷങ്ങളൊക്കെ കാണാം, ശാലുവിനെയും മക്കളെയും കൂട്ടിക്കൊണ്ട് വരാം, പെരുന്നാൾ വിശേഷങ്ങളും കാണാം. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെയും പിറ്റേ ദിവസത്തെയും വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം, അതായത് 29-ാം തീയതി രാത്രിയിൽ 1:30 മണിക്കാണ് നമ്മുടെ ശാലുക്കുട്ടൻ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അതാ ഞാൻ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷം തുടങ്ങുകയാണ്. ഒരു കട്ടൻ ചായയിൽ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ രാത്രി തന്നെ ചിക്കൻ കറി വെക്കുകയാണ്, അല്ലാതെ നമുക്ക് എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാ ചിക്കനൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കറി വെക്കണം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഫാമിലിയൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പരിസരത്തൊക്കെ കുറച്ച് വീട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യൽ നടക്കത്തില്ലല്ലോ. രാത്രി തന്നെ ഞാൻ അതിൻ്റെ സംഭവങ്ങളെല്ലാം പകൽ ഉള്ളിയും സവോളയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം റെഡിയാക്കി തന്നിട്ടാണ് അവൾ പോയത്. അപ്പോൾ ഞാനത് ഇതിൻ്റെ അകത്തിട്ടൊന്ന് പെട്ടെന്നാണ്, അത് ഐബലിൻ്റെ നല്ല അടിപൊളിയാണിത്. നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ പണി തീരും കേട്ടോ. ഞാനത് ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണേ. അപ്പോൾ അതാണ്ട ഞാൻ സവോള ഇതെല്ലാം ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. സവോള പൊടി പൊടിയായിട്ട് എടുത്ത്, ഇത് ചെറിയ ഉള്ളിയാണേ, ചെറിയ ഉള്ളി ഇങ്ങനെ എടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കട്ടെ. നമ്മുടെ ചെറിയ ഉള്ളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മുടെ ഈ ഇതിലിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എളുപ്പമാണിത്, എനിക്ക് ഒരുപാട് ഉപകാരമാണ് ഐബലിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ കറി അങ്ങ് വെക്കുവാണേ. ചിക്കൻ കറി വെക്കുകയാണേ. പത്തിരി പൊറോട്ട ഇതെല്ലാം നമ്മൾ പുറത്ത് ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 10 കിലോ ചിക്കനുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മസാലകൾ, പെരിഞ്ജീരകം, അതിൻ്റെ പൊടി എല്ലാം നന്നായിട്ട് ഞാൻ ഒന്ന് വറുത്ത് ഫ്രൈ പാനിലിട്ട് എണ്ണ ഒഴിക്കാതെ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയൊക്കെ ഞാൻ പിന്നെ ഐബലിൻ്റെ അതിൻ്റെ അകത്തിട്ടൊന്ന് നല്ല എളുപ്പം നമ്മുടെ ജോലി തീരും കേട്ടോ. അപ്പോൾ അത് സവോളയും പച്ചമുളകും പിന്നെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണേ. അപ്പോൾ രാത്രി തന്നെ നമ്മൾ കറി വെക്കുകയാണെങ്കിൽ രാവിലെ ബന്ധപ്പാട് കുറഞ്ഞു കിട്ടും. രാവിലെ ഇതെല്ലാം വെന്തിട്ട് നമുക്ക് അയൽവാസികൾക്കൊക്കെ ഇതൊക്കെ ഇത്രയും വെന്ത് വന്ന് നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, താമസിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ ഒരു 3/4 വേവാക്കി അടുപ്പ് ഓഫാക്കി ഇട്ടിട്ട് കിടക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെയും കുറച്ചും കൂടി നല്ലതുപോലെ വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് സാധാരണ ഞാൻ ഒത്തിരി വാങ്ങിക്കുന്ന സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മളതിലേക്ക് തക്കാളി, പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മിക്ക വീഡിയോയിലും നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. മിക്ക പേരും ചെയ്യുന്നതാണ് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലകളൊക്കെ വറുത്തെടുക്കുന്നത്. ഇത് ഞാൻ എണ്ണ ഒഴിക്കാതെ വെറുതെ ഫ്രൈ പാൻ വെച്ചിട്ട് നല്ലതുപോലെ അത് നമുക്ക് മീൻ കറിക്കും അങ്ങനെ ചെയ്തെടുത്താൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് നല്ലതുപോലെ വറുത്തെടുത്തിട്ട് നമ്മുടെ ചിക്കനും കൂടി അതിലേക്ക് തട്ടിയിട്ട് അതൊന്ന് തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇതെല്ലാം വഴണ്ട് വരുമ്പോൾ നമ്മുടെ പിന്നെ ചിക്കനും ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന, അതായത് എണ്ണ ഒഴിക്കാതെ എല്ലാം കൂടി എല്ലാ മസാലപ്പൊടികളും ചിക്കൻ മസാല സഹിതം ചേർത്ത് ഒന്ന് നല്ലതുപോലെ ആ എണ്ണയ്ക്കകത്ത് ഇപ്പം നമ്മൾ ഈ ഉരുളിക്കകത്തോട്ട് തട്ടിയില്ലേ, ചിക്കനും ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. വെള്ളം ഒഴിച്ചു നല്ലതുപോലെ ഒരു 3/4 ഭാഗം വേവാക്കി ആവി വെള്ളം വീഴാതെ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ട് അതായത് അതിൻ്റെ ആവിയെല്ലാം പോയിട്ടേ മൂടി വെക്കത്തുള്ളൂ. കാരണം ആവി വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടായിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഈ കറിയുണ്ടല്ലോ 2-3 ദിവസം കഴിഞ്ഞാൽ ഒരു കേടും വരുത്തില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് ചൂടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഒരു കുഴപ്പം വരുത്തില്ല. ആവി വെള്ളം ഒരു കാരണവശാലും
ഒരിക്കലും നമ്മൾ വെച്ച് വെക്കുന്ന കറികളിൽ ആകരുത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് ആ 3/4 വേവ് വേവിച്ച് വെച്ചിരുന്ന കറി വീണ്ടും ഞാൻ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വേവാകുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് 3/4 വേവിൽ തലേ ദിവസം വേവിച്ചിടുന്നത്. അപ്പോൾ മല്ലിയിലയൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് വെതറിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പത്തിരി, പൊറോട്ട ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തേങ്ങാപ്പാലും നെയ്ക്കകത്ത് ചെറിയ ഉള്ളിയൊക്കെ താളിച്ച് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എല്ലാവരും വന്നു. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഫാമിലി വന്നു, അവരെല്ലാം കഴിച്ചു. നമ്മൾ കൊടുക്കേണ്ടവർക്കെല്ലാം 10 മണിക്ക് ഒരു 9 മണിയൊക്കെ ആയപ്പോഴേ എല്ലായിടത്തും കൊടുക്കേണ്ടിടത്ത് കൊണ്ട് കൊടുത്തു. വരേണ്ടവരെ വിളിച്ച് വരുത്തി കൊടുത്തു. നമ്മുടെ ഉവക്കുട്ടി വന്നു, അവളോടെ മൂക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അതാണ് ഈ വീഡിയോയ്ക്കകത്ത് അവളില്ലാത്തത്. അപ്പോൾ അതാണ്ട് ഞാൻ ഉച്ചക്കലത്തേക്ക് നമുക്ക് നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ 2 സവോള ഒന്ന് നല്ലതുപോലെ സ്വർണ്ണ കളറിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണക്കിയെടുത്ത കിസ്മിസാണ്. അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചു. കിസ്മിസ് ഒരാഴ്ചയോളം ഞാൻ ഉണക്കിയെടുത്താണ്. ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിരുന്നു. മാങ്ങ ഉണക്കുന്ന സമയത്ത് മുന്തിരിങ്ങ ചൂടുവെള്ളത്തിലിട്ട് വാട്ടിയിട്ട് ഉണക്കിയെടുത്തതാണ്. ഇനി നമ്മുടെ നെയ്ച്ചോറിൻ്റെ അത് ചേർക്കാനായിട്ട് ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റാണ്. ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഗ്രാമ്പ്, കറുവപ്പട്ട, സ്റ്റാർ, അതായത് നമ്മുടെ തക്കോലം, അത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയൊക്കെ വറുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി വറുത്ത് നെയ്ച്ചോറിൻ്റെ അകത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ്. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തു. വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം എണ്ണ ചൂടായില്ലായിരുന്നു. ഞാൻ ഏലക്ക, ഗ്രാമ്പ്, കറുവപ്പട്ട, തക്കോലം ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കുറച്ച് കുരുമുളക് ഇടുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പെരിഞ്ജീരകം ഇച്ചിരി കൂടുതലിരുന്നോട്ടെ, ദഹനത്തിന് നല്ലതാണ്. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നല്ല മണമാണ്. അന്നേരം ഒരു സവോള ഒന്ന് നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരുപാട് കളറ് മാറണ്ട. കളറ് മാറിയാൽ നമ്മുടെ ചോറിൻ്റെ കളറ് മാറും കേട്ടോ. അപ്പോൾ വെള്ള കളർ തന്നെ വേണമെങ്കിൽ നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരു ക്യാരറ്റ് കൂടി അരിഞ്ഞിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. പിള്ളേരെങ്ങനെയാണോ എനിക്കറിയാൻ വയ്യ. വന്നു കഴിഞ്ഞാൽ ശരീരം മൊത്തം കറുക്കും പിള്ളേരുടെ. നല്ലതായിട്ട് നമ്മളങ്ങ് ചൊറിഞ്ഞ് റെഡിയാക്കും. പൊട്ടും. മഴക്കാലമായതുകൊണ്ട് തന്നെ കൊതുക് ഉണ്ട്. ശരിക്കും കൊതുകിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ആ കഥ പറയുകയാണ്. ശാലുവിൻ്റെ മക്കൾ വന്നാൽ ശരിക്കും കൊതുകിൻ്റെ കടി കൊള്ളേണ്ടി വരും. അപ്പോൾ നമ്മൾ നെറ്റ് വെച്ച് എല്ലായിടും അടച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് കൂടി കണ്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിയ വന്നിട്ടുണ്ട്. പ്രിയ പാചകമൊക്കെ കണ്ട് നോക്കി നിൽക്കുകയാണ്, പഠിക്കുകയാണ്. ഇങ്ങനെ എടുത്തുള്ളൂ ഒരാളിനെ കണ്ടു. ഇതാണ് നമ്മുടെ പ്രിയ. നെയ്ച്ചോറിൽ നമ്മൾ പച്ചമുളക് ഇടുമ്പോഴത് കട്ട് ചെയ്തിടാതെ ഇങ്ങനെ മുഴുവനേ തന്നെ ഇട്ടാൽ അത് അങ്ങനെ കിടന്നുള്ളൂ. ആവശ്യമുള്ളവർക്ക് എടുത്ത് ഉടച്ച് കഴിക്കാം, അല്ലാത്തവർക്ക് അതെടുത്ത് മാറ്റുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മൾ അരി ഒന്ന് കഴുകിയെടുക്കണം. 2 കിലോ കൈമ അരിയാണ്. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് കുതിരാനിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകിയെടുക്കട്ടെ. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു തിളയ്ക്കാറായിട്ടുണ്ട്. ഒരു കപ്പിന് 1.25 വെള്ളം വെച്ച് കേട്ടോ. ഇതിലേക്കൊരു മാഗി ചിക്കൻ ക്യൂബ് കൂടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനാണേ. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിന് ഞാൻ ഇന്നലെ രാത്രി തന്നെ പെരട്ടി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. നമുക്ക് ഇവനെ അങ്ങോട്ട് പൊരിച്ചെടുക്കണം. നെയ്ച്ചോറിന് വേണ്ടി നമ്മൾ അരി കഴുകി ഊറ്റി കുറേ സമയം വെച്ചേക്കരുത്, അരി പൊടിഞ്ഞു പോകും. നെയ്ച്ചോറിൻ്റെ വെള്ളം തിളച്ച ശേഷം മാത്രം ഊറ്റിയെടുക്കുക. നമ്മുടെ വെള്ളം കെട്ടി തിളയ്ക്കുന്നുണ്ട്. അരി അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കാൻ പോവാം. എല്ലാം പോരി നമ്മൾ ചിക്കൻ അങ്ങോട്ട് വറുക്കുകയാണ്. നല്ല പീസല്ല ഇനി വറുക്കാനെടുത്ത്. പിന്നെ കറിയിലധികം അതിനേക്കാളും വറുക്കുന്നതല്ലേ ഇഷ്ടം കൊണ്ടാട്ടത്തിന്. അയ്യോ അന്ന് പിടിച്ചു പറിച്ചെല്ലാരും കഴിച്ചു. അവനും മോനിഷ്ടമാണ്, ശാലുവിന്.
ഇത് ഇത്രയും എടുത്ത് വെച്ചു. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിരുന്നൊന്ന് വേവട്ടെ. നമ്മുടെ ചോറൊന്ന് തുറന്ന് നോക്കാം. എന്താ ഇനി ഒന്ന് എന്താ പറയുന്ന ചോറും വെള്ളവും ഒരേ നിരപ്പായിട്ടുണ്ടേ. അപ്പം നമ്മൾ പതുക്കെ തീ അങ്ങ് കുറച്ചിട്ട് കൊടുക്കുവാണേ. ഇനി നമ്മൾ ഏറെ തീ വെച്ചിട്ട് വറ്റിച്ചാൽ ഇത് അരി വേവത്തില്ല, വെള്ളം അങ്ങ് വറ്റിപ്പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, തീ കുറച്ചിട്ടിട്ട് നമ്മുടെ ചോറ് നന്നായിട്ട് വേവണമെങ്കിൽ കുറഞ്ഞ തീയിലിരുന്ന് അവിടെ ഇരുന്ന് വേവട്ടെ. പയറ് വറുത്ത് മുറത്തിലിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് വേവിച്ചുടച്ചെടുത്തതാണേ. നമ്മുടെ എല്ലാവരും ചെയ്യുന്നതാ. ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇതാ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുക. ഇനി ഇതിലേക്ക് അരപ്പും കൂടെ അരച്ച് ചേർത്താൽ കുശാൽ പരിപ്പ് കറി. നമ്മുടെ ചോറ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അടിയിലത്തെ ചോറ് മേളിലും കൊണ്ടുവരണം, മേളിലത്തെ ചോറ് അടിയിലും കൊണ്ടുവരണം. കാരണം മുകളിൽ ചോറ് ഡ്രൈ ആയിരിക്കുകയാണ്. അപ്പം അടിയിൽ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ അടിയിലേക്കൊന്ന് മറിച്ച് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി മറിക്കട്ടെ. അടിയിലത്തെ ചോറ് മുകളിൽ കൊണ്ടുവന്ന് മുകളിലത്തെ ചോറ് അടിയിലും കൊണ്ടുവന്ന് തട്ടിപ്പൊത്തി. ഇനി ഇതേണ്ട നമ്മൾ കുറച്ച് നെയ്യ് കൂടി അതിൻ്റെ 4 വശത്തേക്ക് അങ്ങോട്ട് വെവാരി വെതറുവാണേ. അങ്ങോട്ട് വീഴുന്നില്ല, ഒത്തിരി വേണ്ട, കുറച്ച് ഒരു ടേസ്റ്റിന്. നമ്മൾ ഓൾറെഡി നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. എന്നാലും ഒരു ഭംഗിക്ക് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളിതാ വറുത്ത് വെച്ചിരിക്കുന്നില്ലേ നമ്മുടെ വറവുകളെല്ലാം. അതായത് ഇതാ കറിവേപ്പില, ഇച്ചിരി നമുക്ക് കൊണ്ടാട്ടത്തിന് ഞാനൊരു ശകലം ഇതങ്ങ് മാറ്റി വയ്ക്കുക. ബാക്കിതാ ഇവന്മാരെ എല്ലാം അങ്ങോട്ട് വാരി വെതറാം. അത്രയൊന്നും വേണ്ട, പിന്നെ ഇരിക്കട്ടെ. എപ്പോഴും അങ്ങ് നമുക്ക് ഇതല്ലേ ബിരിയാണി ഇല്ലേ, അതിനേക്കാളും നല്ലത് മടുപ്പില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇന്നിങ്ങ് ഇതാക്കാമെന്ന് വെച്ച് കണ്ട. ഇവനെ ഒരു ഇളക്കം കൊണ്ട് ഇളക്കിയിട്ട് എടുക്കുമ്പോൾ അടിപൊളിയാണ്. ഉണ്ടോ കണ്ട, നമ്മുടെ എല്ലാം അങ്ങോട്ട് വാരി 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 വെതറിക്കൊണ്ട് ഇരിക്കുകയാണ് കുട്ടികളെ. അപ്പോൾ അതാണ്ട് നമ്മുടെ നെയ്ച്ചോറ് എല്ലാം റെഡിയാക്കി. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒരു പൂക്കാലം ഇങ്ങനെ വാരി വെതറിയിരിക്കുന്നതെന്ന്. എനിക്ക് ഇച്ചിരി കൈ അറിയാൻ വയ്യ. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ചിക്കൻ അടച്ചു വെച്ചപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയാണ്ട. ഇനി ഇതൊന്ന് തിരിച്ചിടണം. വരുക അവിടെ നിൽക്കുക. പരിപ്പ് കറി താണ്ട താളിച്ചെല്ലാം ഒഴിച്ചൊന്നുകൂടെ ഒന്ന് ചൂടാക്കാൻ പറ്റും. ചിക്കൻ ആദ്യത്തെ ഓട് നമ്മൾ ഞൂരി എടുത്തു. ഇത് കൊണ്ടാട്ടം ഉണ്ടാക്കാനാണ് കേട്ടോ. ഇപ്പം ശരിയാക്കി തരാം. പപ്പു പറഞ്ഞ പോലെ ഇപ്പം ശരിയാക്കി തരാം. ടിന്നുകളൊന്നും ഒഴിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഒരു കവറിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കിട്ടി പപ്പടം കണ്ട. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയായി. ചിക്കൻ കൊണ്ടാട്ടം ഞാൻ എൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ പൊരിച്ചിട്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയെല്ലാം കൊത്തി അരിഞ്ഞ് അതങ്ങോട്ട് വഴറ്റി എടുത്തിട്ട് ക്രഷ്ഡ് ചില്ലി അതും ഇട്ട് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് സോയാ സോസ്, നമ്മുടെ തക്കാളി സോസ്, സോയാ സോസ് ഇടുക. ഒരൽപ്പം നാരങ്ങ നീര് കൂടി ഒഴിക്കുക. ചൂടോടെ ഉപയോഗിക്കുക. ഇത് തണുത്താ കൊള്ളത്തില്ല കേട്ടോ. ചൂടോടെ കഴിക്കേണ്ട സംഭവമാണ്. ഇനി ഇവിടെ വന്നു നോക്കിക്കേ.
ആ അതിലോട്ട് മോനെ അതങ്ങ് ഇറക്ക്, കൊണ്ടാട്ടം അങ്ങ് ഇറക്കിയിട്ട് ഇരുന്നാൽ കഴിക്കാനിരുന്നോണം, കാരണം ഇത് തണുത്തു പോകും. തണുത്താ ഇത് കഴിക്കാൻ ഒരു സുമാറും ഇല്ല. വെച്ചോ, പിന്നെന്താ മതിയടാ. ഇതിലോട്ട് ഇങ്ങനെ വരും. നമ്മുടെ നെയ്ച്ചോറ് ആക്കി നമുക്ക് എടുത്ത് കൊണ്ടാട്ടം നമ്മൾ പാത്രത്തിലേക്ക് ഇടുകയാണ്. പ്രിയയും മോളും ഉള്ള ധൈര്യത്തിലാണ് നമ്മുടെ ഉമ്മക്കുട്ടി മോൾക്ക് ഫുഡുമായിട്ട് പോയിരിക്കുകയാണേ. അപ്പോൾ ഉച്ചക്കലത്തത് അവൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അവിടെ അവളുടെ മരുമകനും മകൾക്കും വേണ്ടി ഫുഡുമായിട്ട് മോനുമായിട്ട് പോയിരിക്കുക. അപ്പം പ്രിയ നമ്മുടെ വീട് പോലെ തന്നെയാണ്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നാലും പ്രിയ ഇവിടെ വന്നാലും ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് നമ്മുടെ വീട്, നമ്മളെവിടെയാണോ ചെല്ലുന്നത് അവിടെ നമ്മൾ അവരോടൊപ്പം അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ സഹായിക്കുക. നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മക്കുട്ടി ഇനി എത്തിയിട്ടില്ല. ഞാൻ അവളെ വിളിച്ചു. അപ്പോൾ പറഞ്ഞ് ഇത്ത ചോറൊക്കെ വിളമ്പിക്കോ, കുഴപ്പമില്ല, അവൾക്കിതൊന്നും അറിയില്ലല്ലോ ചെയ്യാൻ, പിന്നെ നിന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പം ചോറൊക്കെ വിളമ്പിക്കോ, അപ്പോഴത്തേക്ക് ഞാനും ശരത്തും കൂടി അങ്ങ് എത്താമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ വന്നപ്പോഴത്തേക്ക് 4 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു, പിന്നെ കൊടുത്തു വിടുമായിരുന്നു. അപ്പം ഞങ്ങൾ തണ്ട ഫുഡ് കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണേ. വേണ്ട നെയ്ച്ചോറ് ഫാൻ ഓഫാക്കുമ്പോളാ, ഫാൻ ഓഫാക്കടാ, തണുത്തു. നെയ്ച്ചോറ്, ചിക്കൻ കറി, അവിടെ പരിപ്പ് കറി, സലാഡ്, ചിക്കൻ കൊണ്ടാട്ടം. കണ്ട ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ വിശദമായ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് അത് ഓരോന്നും പറഞ്ഞ് എടുത്ത് ചെയ്ത് കാണിക്കാഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ പപ്പടം, പടപടം. വാ വാ പിള്ളേരെ, വാ വാ വാ, എല്ലാരും വന്ന് കഴിക്കാനിരുന്നോ. നമ്മുടെ ശാലു, നമ്മുടെ പ്രിയ, നമ്മുടെ ദേവു, എല്ലാരും ഉണ്ട്. എടാ നിങ്ങളുടെ ഉണ്ണിക്കണ്ണൻ ചേട്ടൻ, നമ്മുടെ യേച്ചു, വാ പപ്പ, എന്തുവാ ഖുറാൻ. ദേവു കഴിച്ചിട്ട് അഭിപ്രായം പറ. ഞങ്ങളുടെ ഇന്നത്തെ അതിഥിയാ. മോനെ ആ ഹോട്ട് പോട്ട് അങ്ങോട്ട് നീക്കടാ, അങ്ങോട്ട് മോന്റെ കൈ തട്ടാതെ അങ്ങോട്ട് അങ്ങ് നീക്കിക്കോ. അയ്യോ അച്ചാർ എടുത്തോണ്ട് വരട്ടെ ഞാൻ, അച്ചാറുകൾ കൊണ്ടുവരാം. അപ്പൊ ഞാനും കഴിക്കാനായിട്ട് പോവാണ്. ഞാനില്ലെന്ന് വിചാരിക്കണ്ട, എല്ലാരും ഉണ്ട്. വേണ്ട പ്രിയ, പിന്നെ ദേവു മോനെ അങ്ങനെ വരാം. ഞങ്ങളെല്ലാരും കൂടെ ഫുഡ് കഴിക്കാണ്. നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ കൊണ്ടാട്ടം. ബിരിയാണി വെക്കാൻ ഒത്തിരി സമയം വേണം, ഇതാവുമ്പോ എളുപ്പമാണ്, പെട്ടെന്ന്. ഞാൻ തലയിലിട്ടില്ലെന്നാരും പറയരുത്, തലയെ തോർന്നുണ്ട്, വിളിച്ചു വന്നതേ ഉള്ളു. ആ നിങ്ങൾക്കുണ്ടോ മക്കളെ ഇത്? പിന്നെ കൊണ്ടാട്ടം, ഇതാണ് നമ്മുടെ കൊണ്ടാട്ടം. അല്ലാ, യച്ചു മോനെ ഒരു പപ്പടം എടുക്കടാ. ഒരെണ്ണം മതി മോനെ, ഒരെണ്ണം എടുക്കടാ. അല്ലാ, നമ്മൾ കഴിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഓക്കെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സമയത്ത് ഹൈദരാബാദി ബിരിയാണി കഴിക്കുന്നു. ഇല്ലയോ ശാലു? ഹൈദരാബാദിൽ ഞങ്ങൾ എല്ലാരും ഉണ്ട്. ഈ വർഷം ഞങ്ങൾ ഇവിടെ ഇരുന്ന് നെയ്ച്ചോറ്, അന്ന് ഞാൻ കൊണ്ടാട്ടം ഇട്ടക്കില്ലേ, അത് തന്നെ. അയ്യോ താകേത് ഞാൻ ഇഷ്ടം. ഇന്ന് നമ്മുടെ ശാലുക്കുട്ടനും മക്കളും
നാട്ടിലേക്ക് വരികയാണ്. റുക്കു ജൂലൈ മാസത്തിലേ വരുന്നുള്ളൂ. ശാലു മക്കളും കൂടി ഇപ്പോൾ രാത്രി 1:30 മണിയാവുമ്പോൾ എയർപോർട്ടിലെത്തും. നെടുമ്പാശ്ശേരിയാണ്. അപ്പം ഞങ്ങൾ പോകാനായിട്ട് എല്ലാം റെഡിയായി ഇറങ്ങുകയാണ്. അപ്പോൾ ഫ്ലൈറ്റും അപ്പോൾ അതാ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ശാലിക്കുട്ടനും മക്കളും അവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പപ്പ ഉണ്ട്, പപ്പയുടെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. കട്ടൻ ചായ കുടിച്ചിട്ട് പോവാ. പോകുന്ന വഴിക്ക് കടയിൽ നിന്നൊന്നും എനിക്ക് കുടിക്കുന്നത് ഇഷ്ടമല്ല. ഇച്ചിരി സമയമായി, ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പോകാം. പോകുന്ന വഴിക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ച് കുടിക്കണ്ടേ. അപ്പോൾ ഇച്ചിരി നേരമായി ഇട്ട് വെച്ചിട്ട്. പപ്പാക്ക് വന്ന ഡ്രൈവറുണ്ട്, പിന്നെ നമുക്ക് പപ്പയുടെ ഒരു കൂട്ടുകാരനുണ്ട്. ഞങ്ങളെ വിളിക്കാൻ വന്നതും പുള്ളിക്കാരനെ ജോർജ് കുട്ടി എന്നാ പേര്. പപ്പയായിട്ട് ഭയങ്കര കൂട്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പോയി മക്കളെ വിളിച്ചുകൊണ്ട് തിരിച്ചു വരട്ടെ. ഓക്കെ, കട്ടൻ കുടിച്ചിട്ട് പോവാം. കട്ടൻ താൻ എല്ലാത്തിനും മുഖ്യം. അപ്പം ടാറ്റാ, നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം. നമ്മുടെ ശാലു, സനിക്കുട്ടൻ, സിയമോള് അവരിത്രയും പേര്, നമ്മുടെ റുക്കമ്മയും മക്കളും ജൂലൈ മാസം വരും. അത് തന്നെ വേണ്ട. ഞങ്ങൾ പോകാനെല്ലാം റെഡി ആവുകയാണ്. അതാണ് നമ്മുടെ ജോർജ് കുട്ടിച്ചായന്, പപ്പാട കൂട്ടുകാരനാ. നമ്മള് സുലുവിനെയും റുക്കുവിനെയും കൂട്ടി നമ്മൾ 2 വണ്ടി പോയില്ലേ, 2. അത് തന്നെ. അപ്പൊ നമുക്ക് ഇതിലാ പോകുന്നത്, കാരണം ലഗേജൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിള്ളേരെ നമ്മുടെ 2 വണ്ടി ഓടണ്ടല്ലോ, അതല്ലേ നല്ലത്. അപ്പോൾ ഓക്കെ. അപ്പം നമ്മുടെ ശാലിക്കുട്ടന് ലഗേജിനായി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ പപ്പ വിളിച്ച് പറഞ്ഞ് മക്കളുമായിട്ട് വരുന്നതല്ലേ, അവരുടെ 3 പേരുടെയും ലഗേജുകളുണ്ടല്ലോ. അപ്പോൾ അത് ഒരാളിൻ്റെ അടുക്ക പറഞ്ഞാൽ ഇപ്പുറത്ത് കൊണ്ടുതരും, അപ്പോൾ നമുക്ക് പൈസ കൊടുക്കാം. അങ്ങനെ വേറൊരാളെ ഏർപ്പെടുത്തി അവർ ട്രോളിക്കകത്ത് ഉരുട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ശാലു മക്കളും എന്താ ഇപ്പം എത്തും. ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ജോർജ് കുട്ടിച്ചായൻ വരുന്നു. അവിടെ നിൽപ്പുണ്ട് പാപ്പ. എന്തേറ്റ് പോയി ഇങ്ങോട്ട് നോക്കിയേ സനിക്കുട്ടു. അൻസർമോനാ വിളിക്കുന്നത്. പപ്പായൊക്കെ അതുകൊണ്ട് 7-ല്. വയ്ക്കോ അങ്ങോട്ട് വയ്ക്കോ. ആ മോളെ അതേണ്ട അവരിത് അങ്ങോട്ട് നടക്കുന്നതേ ഉള്ളു. അൻസർമോൻ വിളിച്ചിട്ടേ, ആ ഉമ്മയുടെ ബാഗിന്റെ അകത്തായിരുന്നു ഫോണ്, അറിഞ്ഞില്ല. ഓക്കെ, ആ ഓക്കെ. പപ്പായും മക്കളും ശാലു ഹലോ മോനു ചക്കരമുത്ത്. സിയപ്പന്നെ സന്തോഷമുണ്ടോ? നാട്ടിലെത്തിയില്ലേ? സനുപ്പാ അമ്മയുടെ പൊന്നിങ്ങോട്ട് നോക്കൂ. എല്ലാരും തിരക്കിയിരിക്കുക. വന്നോന്ന് ഇനി രാവിലെ സ്റ്റാറ്റസ് ഇട്ട് നിങ്ങൾ വരുന്നു. എന്തിയെ സാരിക്കുട്ടൻ ഉറങ്ങുവാന്നോ? ഇടി കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ശാലമ്മയും മക്കളും വീട്ടിലെത്തിയിരിക്കുന്നു. അങ്ങോട്ട് മേളോട്ട് പോയി മോനെ, മേളോട്ട് വെക്കടാ. അല്ലേ വേണ്ട. ശാലുക്കുട്ടി കെറുകുട്ടി ശുണ്ടടി, ഉമ്മയുടെ ശുണ്ടടി ഇരിക്കുന്നുണ്ടോ? ഉമ്മയുടെ ശുണ്ടടി. ചക്കരെ ഉറക്കം വരുന്നോടി പൊന്നെ. ഏടി മോൻ ഇട്ട് തരാം, ഇപ്പൊ തരാം. എന്നാ മുളയിച്ചേരി
അയ്യോടാ അങ്ങ് അറ്റത്തെ മുറിയിലോട്ട് പോകും. ലൈറ്റ് ഇടട്ടടിക്കുമ്മി, ലൈറ്റ് ഇട്. അയ്യോ അങ്ങനല്ല, അയ്യോ വന്നോണം വന്നങ്ങ് കയറി കിടന്നു. ചക്കര അവിടാണോ കാല് വെക്കുന്നത് മുത്തോ? അമ്പടി അയ്യോ നമ്മുടെ വീട്ടിലെത്തി. എന്ത്? ആ ഈ ഇവിടുത്തെ ബെഡ് നമ്മളെടുത്ത് മാറ്റി പോന്നെ, എന്നിട്ട് ഈ മേശ ഇവിടെ വെച്ചത്. എനിക്ക് നമുക്ക് നോക്കാം, നമുക്ക് ഇതങ്ങ് എടുത്ത് മാറ്റിയേച്ച് ഇവിടെ ഒരു കട്ടിലിടാം. പറഞ്ഞു മനസ്സിലായി? എന്റെ ഷനുപ്പാ, ഉമ്മയുടെ ഷനുപ്പാ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ 5:30 മണി കഴിഞ്ഞു. അപ്പോഴേക്കും മക്കൾ നല്ല ഉറക്കക്ഷീണമുണ്ട്. അതിൻ്റെ ഒപ്പം നാട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരാഴ്ച കൊണ്ടുള്ള അലച്ചിലും പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ പെരുന്നാളുമായിട്ട് ഖസീമിലും ഒക്കെ പോയി യാത്രകൾ തന്നെയാണ്. പിന്നെ കുറേ ലഗേജുകൾ അടുപ്പിക്കാനുണ്ട്. കുറച്ച് നാൾ നമ്മുടെ ശാലുക്കുട്ടനും മക്കളും നമ്മുടെ നാട്ടിൽ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസിൻ്റെ അകത്ത് മോളും പിള്ളേരും കാണും. റുക്കും മോളും മക്കളും കൂടി ജൂലൈ വന്നിട്ട് അവർ തിരിച്ചു പോകും, ആച്ചിക്കുട്ടൻ്റെ സ്കൂൾ തുറന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.